പ്രിയമുള്ളവരെ, സിനിമാളിലേക്ക് സ്വാഗതം. ഇന്ന് ഏതെങ്കിലും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നമ്മുടെ ഇഷ്ടതാരം, ഇന്ത്യൻ സിനിമയിലെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട ഒരു താരമാണ് കമൽഹാസൻ എന്ന് പേരുമാറ്റി നിരവധി സിനിമകളിൽ നമ്മൾ ആഹ്ലാദിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ അടുത്ത ആഴ്ചയാണ് റിലീസ് ചെയ്യുന്നത്. അത് കണ്ടതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തഗ് ലൈഫ് എന്ന ആ സിനിമ മണിരത്നമാണ് സംവിധാനം ചെയ്യുന്നത്. മണിരത്നം, കമൽഹാസൻ ഒന്നിച്ച് സംയോജിച്ച് ഇതിന് മുൻപിറക്കിയ നായകൻ വലിയ ഹിറ്റായിരുന്നു. വേലു നായ്ക്കർ എന്ന കഥാപാത്രത്തെ മുംബൈയിലെ അധോലോക നായകനായ വേലു നായ്ക്കർ, വരദരാജ മുതലിയാരുടെ ഛായയിലുള്ള ആ അധോലോക നായകനെ, മാഫിയ ലീഡറെ കമൽഹാസൻ അവതരിപ്പിച്ചത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. ആ നായകന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് തഗ് ലൈഫ് എന്ന സിനിമ വരാൻ പോകുന്നത്. ഇതിൽ AR റഹ്മാനാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. നിരവധി പാട്ടുകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഓഡിയോ ലോഞ്ച് വന്നു കഴിഞ്ഞു. യൂട്യൂബിൽ ജൂക്ക് ബോക്സും വന്നു കഴിഞ്ഞു. ഇതിൽ കമൽഹാസൻ തന്നെ എഴുതിയ പാട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ കമൽഹാസൻ്റെ മകൾ ശ്രുതി ഹാസൻ പാടിയ പാട്ടുണ്ട്, AR റഹ്മാൻ പാടിയ പാട്ടുണ്ട്. അങ്ങനെ വളരെ ഹിറ്റായ പാട്ടുകളാണ് അതിലുള്ളത്. കമൽഹാസനോടൊപ്പം തൃഷ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലംബരശൻ, പെണ്ണെ താണ്ടി വരുവായ തുടങ്ങിയ പടങ്ങളിലൂടെ വളരെ സക്സസ്ഫുള്ളായ ഒരു ആക്ടറായിട്ടുള്ള ചിമ്പു അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മിയൊക്കെ അഭിനയിക്കുന്ന തഗ് ലൈഫ് അടുത്ത ആഴ്ച വരാൻ പോവുകയാണ്. ഈ സിനിമയുടെ പ്രൊമോഷനായി കമൽഹാസൻ വിവിധ നഗരങ്ങളിൽ, ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ അദ്ദേഹത്തിൻ്റേതായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്കമൽ ഇൻ്റർനാഷണൽ എന്ന അദ്ദേഹത്തിൻ്റെ നിർമ്മാണ തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അതോടൊപ്പം റെഡ് ജയൻറ്റ് പോലെയും അതുപോലെ തന്നെ മദ്രാസ് ടോക്കീസ് പോലെയും, മണിരത്നത്തിൻ്റെ മദ്രാസ് ടോക്കീസ് പോലെയുമുള്ള മറ്റ് പ്രൊഡക്ഷൻ സ്ഥാപനങ്ങളും അതിനോട് സഹകരിക്കുന്നുണ്ട്. ഇവിടെ പറയാൻ പോകുന്ന കാര്യം, കമൽഹാസൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ ശിവരാജ് കുമാർ എന്ന കന്നഡ സൂപ്പർ സ്റ്റാറും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അതോടൊപ്പം ബാംഗ്ലൂർ, നമുക്കറിയാം തമിഴ് സിനിമയുടെ വലിയ ഒരു മാർക്കറ്റാണ് ബാംഗ്ലൂർ. അത് കന്നഡയിൽ ഡബ് ചെയ്തും അല്ലാതെ നേരിട്ട് തമിഴ് സിനിമകളും ധാരാളമായി വരുന്നൊരു സംസ്ഥാനമാണ് കർണാടക, ബാംഗ്ലൂർ സിറ്റി. അപ്പോൾ ബാംഗ്ലൂർ സിറ്റി തന്നെ തഗ് ലൈഫ് റിലീസ് ചെയ്യുകയാണെങ്കിൽ കുറേ കന്നഡ വെർഷൻ ഉണ്ടാവും, കുറേ തമിഴ് വെർഷനും ഉണ്ടാകും. നമുക്കറിയാം പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഇപ്പം മിക്കവാറും പടങ്ങൾ വരുന്നത്. നേരത്തെ തന്നെ സൗത്ത് ഇന്ത്യയിൽ പല പടങ്ങളും ഇത്തരത്തിലുള്ള പല ഭാഷകളിലേക്ക്, കന്നഡയിലേക്കും തെലുങ്കിലേക്കുമൊക്കെ ഡബ് ചെയ്യാറുണ്ട്. അപൂർവം ചിലതാണ് മലയാളത്തിലേക്ക് ചെയ്യാറുള്ളത്. ഇപ്പോൾ പലതും മലയാളത്തിലും വരുന്നത്. പറഞ്ഞു വരുന്ന കാര്യം, അദ്ദേഹം ബാംഗ്ലൂരിൽ തൻ്റെ പ്രസംഗം ആരംഭിക്കുന്ന, ഈ പടത്തിൻ്റെ പ്രൊമോഷൻ വേണ്ടി ആരംഭിക്കുന്ന പ്രസംഗം ഉയിരേ ഉറൈവേ എന്ന് തമിഴിനെ പാരാട്ടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ തമിഴിനെ ആദരിച്ചുകൊണ്ടാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് കന്നഡ ഭാഷ അടക്കമുള്ള ഭാഷകൾ, മറ്റ് ദ്രാവിഡ ഭാഷകൾ അല്ലെങ്കിൽ മറ്റ് തെന്നിന്ത്യൻ ഭാഷകൾ തമിഴിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, തമിഴാണ് അമ്മ എന്ന വളരെ ഭാഷാഭിമാനപരമായ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഭാഷയെ വലിയ രീതിയിൽ കൊണ്ടാടുന്ന ഒരു പ്രസ്താവന അവിടെ നടത്തുകയും ഇത് കർണാടകത്തിലെ പലരെയും പ്രകോപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ചും കർണാടകയിലെ BJP ആണ് ഇതിലാദ്യം തന്നെ രംഗത്ത് വന്നത്. മറ്റേതൊക്കെ സംഘടനകളാണ് രംഗത്ത് വന്നത് എന്ന് വരുന്ന ആളുകളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും കന്നഡ ചാലുവാലിയ സംഘം പോലുള്ള സംഘടനകളൊക്കെ ഇത്തരം അവസരങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ പുറത്തു പറയുകയും പല രീതിയിലുള്ള സമരങ്ങളൊക്കെ അവിടെ വരുന്നതാണ്. അതൊക്കെ ഏത് രീതിയിലേക്ക് പോകുമെന്ന് നമുക്ക് അറിയില്ല. ഇതിൽ കന്നഡ BJP പറഞ്ഞിരിക്കുന്നത് ഈ സിനിമയുടെ റിലീസ് തന്നെ കർണാടകയിൽ സമ്മതിക്കില്ല, തഗ് ലൈഫ് സമ്മതിക്കില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ മാപ്പ് പറയുന്നതിനോ അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായം മാറ്റിപ്പറയുന്നതിനോ കമൽഹാസൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും BJP അദ്ദേഹത്തെ എതിർക്കുമ്പോൾ. കാരണം ഇതിന് തൊട്ട് മുൻപ് നടന്ന ഒരു സംഭവം, പ്രത്യേകിച്ചും എമ്പുരാൻ എന്ന സിനിമയിൽ കേരളത്തിൽ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമയിൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും 140 സീറ്റിനെയും പ്രതിനിധീകരിക്കുന്നു, നിയമസഭാ സീറ്റിനെ പ്രതിനിധീകരിക്കുന്നു, അതുപോലെ തന്നെ 19 ലോക്സഭാ സീറ്റുകളെ പ്രതിനിധീകരിക്കുന്നു. ഇവരെല്ലാം തന്നെ ആ സിനിമയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്നിട്ടും ആ സിനിമ തനിക്കിഷ്ടപ്പെട്ട ചിലരെ പ്രകോപിപ്പിച്ചു അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ചു എന്നതുകൊണ്ട് താൻ കട്ട് ചെയ്യുകയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അതേസമയത്ത്
തനിക്ക് ബോധ്യമുള്ള ഒരു പ്രസ്താവന. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് താൻ ഒരു പൊളിറ്റീഷ്യനാണ്, താൻ ചലച്ചിത്രകാരനാണ്, അതോടൊപ്പം പൊളിറ്റീഷ്യനാണ്. അത് കൃത്യമാണ്. കാരണം അദ്ദേഹം നമുക്ക് മക്കൾ നീതി മയ്യം MNM എന്ന ഒരു പാർട്ടി രൂപീകരിച്ച് കുറച്ചു കാലമായി രാഷ്ട്രീയത്തിലുണ്ട്. ആദ്യം അദ്ദേഹം ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചെങ്കിലും എവിടെയും തന്നെ അദ്ദേഹത്തിന് ഒറ്റ സീറ്റും കിട്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിന് മാത്രം കോയമ്പത്തൂരിലെ ഒരു സീറ്റിൽ കെട്ടിവെച്ച പണം തിരിച്ചു കിട്ടി. അന്ന് അദ്ദേഹം DMK മുന്നണിയെയും അതുപോലെ തന്നെ ADMK മുന്നണിയെയും എതിർത്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിന്നതെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള മറ്റ് പല രാഷ്ട്രീയമായ മാറ്റങ്ങളുടെ ഭാഗമായി അദ്ദേഹം DMK നേതൃത്വം നൽകുന്ന മുന്നണി, അതിൽ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും വിടുതല ചിന്തകൾ കക്ഷിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറുമലർച്ചി DMK ഗോപാലസ്വാമിയുടെ എന്നീ പാർട്ടികളെല്ലാമുള്ള ഇന്ത്യ മുന്നണി എന്ന ദേശീയ തലത്തിലും അതുപോലെ തന്നെ മതചാർപ്പറ്റ മുற்பോക്ക് കൂട്ടണി, മതനിരപേക്ഷ പുരോഗമന മുന്നണി എന്ന് തമിഴ്നാട്ടിലും വിളിക്കുന്ന മുന്നണിയിലേക്ക് അദ്ദേഹം ചേരുകയും ഈ ചേർന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നാണ് അദ്ദേഹം ചേർന്നത്. അദ്ദേഹം ചേർന്നാലും ഇല്ലെങ്കിലും വലിയ വിജയം ആ മുന്നണിക്ക് ഇവിടെ ഉണ്ടായി. 39 സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും, ഒരു സീറ്റ് പോണ്ടിച്ചേരിയിൽ നിന്ന്, അങ്ങനെ 40 സീറ്റുകളും ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മതചാർപ്പറ്റ മുற்பോക്ക് കൂട്ടണിക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ കമലഹാസന് അതിൽ സീറ്റുകളൊന്നും അദ്ദേഹം മത്സരിച്ചില്ല. പകരം അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 സീറ്റ് DMK മുന്നണിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഈ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ. അതിലൊരു സീറ്റ് മക്കൾ നീതി മയ്യത്തിൻ്റെ ഭാഗമായിട്ട് കമലഹാസൻ ലഭിച്ചിരിക്കുകയാണ്. മറ്റ് 3 സീറ്റിലാണ് DMK മത്സരിക്കുന്നത്. അതിലും ഒരു കാര്യമുണ്ട്. അതിലൊരു സീറ്റിൽ സൽമയാണ് മത്സരിക്കുന്നത്. അതായത് പ്രസിദ്ധ കവി, തമിഴ് കവിയായിട്ടുള്ള സൽമ, മലയാളികൾക്കും പരിചയമുള്ള ആളാണ് സൽമയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അപ്രകാരം നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ തന്നെ മധുരയിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചിട്ടുള്ളത്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുള്ളത് തോഴർ സു വെങ്കടേശനാണ്. CPIM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തമിഴ്നാട് മുற்பോക്കെഴുത്താളർ കലഞ്ഞർകൾ സംഘത്തിൻ്റെ ഗൗരവ തലവറാണ്. നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എന്നുള്ളതും പറയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാവൽക്കോട്ടം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സൽമയും അധികാരത്തിൽ വരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് കമലഹാസൻ ഈ സമയത്ത് കേന്ദ്രത്തിലെ രാജ്യസഭ MP ആയി പോകുന്നതിൻ്റെ ഈ അവസരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തഗ് ലൈഫ് റിലീസ് ചെയ്യുന്നതും. അതോടനുബന്ധിച്ച് അദ്ദേഹം ഇപ്രകാരം അദ്ദേഹം കന്നഡയെ താഴ്ത്തി പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ തമിഴിൻ്റെ ഒരു മാഹാത്മ്യം അദ്ദേഹം പറഞ്ഞതാണ്. താൻ ഈ പ്രസ്താവനയിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. ഇത് ചരിത്രകാരന്മാരോടും ഭാഷാശാസ്ത്രജ്ഞന്മാരോടും അതുപോലുള്ള അക്കാഡമിഷ്യൻസിനോടും നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന വളരെ ഇൻ്റലിജൻ്റായ ഒരു മറുപടിയോടുകൂടി, വളരെ ധൈര്യത്തോടു കൂടിയിട്ടുള്ള ഒരു മറുപടിയോടുകൂടി അദ്ദേഹം ഈ വിമർശനങ്ങളെ, ബാംഗ്ലൂരിൽ നിന്ന് ഉയർന്നു വന്ന അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഏത് രീതിയിലും ആവട്ടെ, ഒരുപക്ഷെ നമ്മൾ അടുത്ത ആഴ്ച ഈ സിനിമ കണ്ടാൽ ഈ സിനിമയ്ക്കെതിരെ വിമർശനം ഉയർത്തേണ്ടി വന്നേക്കും, അത് മറ്റൊരു വിഷയം. പക്ഷേ ആ വിമർശനം ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ ഒരു താരനായകൻ എന്നുള്ള രീതിയിൽ തെന്നിന്ത്യയിൽ എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഉലകനായകൻ എന്ന്, യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന കമലഹാസൻ ഇത്തരത്തിലുള്ള വളരെ ധൈര്യത്തോടു കൂടിയിട്ടുള്ളൊരു പ്രസ്താവന നടത്തി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിന്നു എന്നുള്ളത് വളരെ സവിശേഷമാണ്. അതിൽ അദ്ദേഹത്തെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.